ഓണക്കൂട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും ഒരു അതിഥിയുണ്ട്. ആക്ച്വലി ഇന്ന് ഒരു അതിഥിയല്ല, 2 പേരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ബ്യൂട്ടിഫുൾ ഗൗരി ആൻഡ് മൃദുല. താങ്ക് യു സോ മച്ച് നമ്മുടെ എപ്പിസോഡിലേക്ക് വരാൻ. താങ്ക്സ് ഫോർ ദി ഇൻവിറ്റേഷൻ. ഞങ്ങളും ആക്ച്വലി പറയൂ, എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ? ഓണത്തിന്റെ വിശേഷങ്ങൾ, പുതിയൊരു ഫാമിലി, പുതിയ പ്ലേസ്, അപ്പൊ പുതിയ ആൾക്കാർ കിട്ടി ആൻഡ് പുതിയൊരു കൂട്ടുകാരിയെ കിട്ടി. അപ്പൊ അതിന്റെ ഒക്കെ സന്തോഷം. അതിന്റെ സന്തോഷമാണ്. ഓണം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഹാപ്പിയസ്റ്റ് മൊമെന്റിലെ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ പോലെ കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുമല്ലേ. അപ്പോൾ അതിന് നിങ്ങളുടെ പുതിയ സന്തോഷം, പുതിയ ഫാമിലി എന്ന് പറഞ്ഞു. അതുപോലെ സിത്താര, നമ്മളെല്ലാം വെയിറ്റ് ചെയ്യും. എന്താണ് അതിന്റെ ഷൂട്ട് എവിടം വരെ എത്തി, എന്നാണ്, എന്തൊക്കെയാണെന്നൊക്കെയുള്ള കുറച്ച് വിവരങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർ കേൾക്കാൻ താല്പര്യമുണ്ട്. അതൊന്ന് പറയൂ. ഷൂട്ട് ഓൾറെഡി നമ്മൾ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞു. ഇനിയിപ്പോ അതിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞു. അല്ല, ഒരു കുറച്ച് എപ്പിസോഡ്സ്, ലോഞ്ചിങ്ങിനുള്ള എപ്പിസോഡ്സ് കഴിഞ്ഞു. സോ നമ്മുടെ ഓണമാണ്. അപ്പൊ ഓണത്തിന് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരണമല്ലോ. അപ്പൊ എന്താണെന്ന് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? പായസമാണെന്ന് തോന്നുന്നു. ബ്ലൂബെറി പായസമാണ്. ബ്ലൂബെറി ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് ആണോ? സാധാരണ ഈ ബ്ലൂബെറി എന്ന് പറയുന്നത് ഇപ്പം ഈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഏറ്റവും സൂപ്പർ ഫുഡായിട്ട് ആളുകൾ കഴിക്കുന്നതാണ്. അപ്പൊ കേരളത്തിലുള്ളവരൊക്കെ പണ്ട് ഇതൊരു നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാത്ത ഒരു ഫ്രൂട്ടാണ്. ബെറി ഫാമിലിയിൽ നമുക്കിവിടെ മൾബെറി ഉണ്ട്, ഇപ്പോൾ എല്ലാവർക്കും സ്ട്രോബെറി അറിയാം, അതേപോലെ ബ്ലൂബെറി, ബ്ലാക്ക് ബെറീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് വളരെ കഴിക്കാറുണ്ടോ? സോ ഇത് സാധാരണ വെറുതെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആളുകളൊക്കെ ഇപ്പം ഒരു യോഗട്ട്, ബ്ലൂബെറി, ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ആളുകൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരുപാട് പായസങ്ങളുണ്ട്. അടപ്രഥമനായാലും പാലടയായാലും പഴംപ്രഥമനായാലും ചക്കപ്രഥമൻ, പരിപ്രഥമൻ, കടലപ്രഥമൻ, പിന്നെ നൂറുകണക്കിന് പായസങ്ങളൊക്കെ ഇപ്പം പുതുതായിട്ട് വന്നു. സോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് 2 നമ്മുടെ പ്രിയപ്പെട്ട നായികമാർക്ക് ഒരു ബ്ലൂബെറി പായസം നമ്മൾ തയ്യാറാക്കാം. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് പണിയൊക്കെ നിങ്ങളും ചെയ്യേണ്ടി വരും. പാചകം ഇഷ്ടമാണോ? പാചകം ഇഷ്ടമാണ്, ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നല്ല കൈപ്പുണ്യാണെന്ന് പറയാം. ഒന്നും ഉണ്ടാക്കാൻ ചെയ്യും. കുക്കിംഗ് ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് ഏതാ? എനിക്ക് നോൺ വെജ് എല്ലാം. എന്നാലും അതിനകത്ത് നോൺ വെജ് എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റ് ഉണ്ട്, ഫിഷ്. എന്നാലും നിങ്ങളുടെ പറഞ്ഞല്ലോ കൈപ്പുണ്യം ഉണ്ടെന്ന് പറയും, പപ്പടം കാച്ചുന്നതാണോ? ഞാനല്ല, അതല്ല, ദാലില്ലേ, പരിപ്പ്, അത് കറി നന്നായിട്ടുണ്ടാവും. ദാൽ ഇത് നോർത്ത് ഇന്ത്യൻ ആണോ നമ്മുടെ കേരള പരിപ്പാണ്? അതുപോലും അറിയാണ്ട് വെറുതെ അങ്ങ് പറയാണ് ദാല്. രാവിലെ പോയി റിസർച്ച് ചെയ്തിട്ട് എന്ത് പറയാ, അഥവാ ചോദിച്ചാ പരിപ്പ് കറി വളരെ എളുപ്പമാണല്ലോ. അത് അവർക്ക് അറിയാം. കാരണം ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, ഞാൻ എന്നാ നിനക്കൊന്ന് ഡാൽ കറി വെച്ച് തരുവാന്ന്. സീരിയസ്ലി ഇത് ഉണ്ടാക്കി കാണിച്ചു തന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും, ഉറപ്പല്ലേ? ഓക്കെ, ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് പാല്, അതുപോലെ കുറച്ച് ബ്രൗൺ ഷുഗർ, ശർക്കര, മിനിമം ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ളൊരു പായസത്തിന്റെ പണി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതൊരു ആക്ച്വലി ഒരു കോൾഡ് പായസമാണ്. നമ്മൾ ഈ തണുത്ത പായസം എന്നൊക്കെ പറയുന്ന ഇളനീരിന്റെ പായസമുണ്ട്. നമ്മൾ സാധാരണ ചൂട് പായസമാണ് കുടിക്കുക. ചില പായസങ്ങളൊക്കെ ഈ അധികം വന്നിട്ട് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒരു അങ്ങനെ കോൾഡ് പായസം കുടിച്ചിട്ടില്ല. അപ്പോൾ 2 രീതിയിലുണ്ട് പായസം. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് കോൾഡായിട്ട് കഴിക്കുകയാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് കോൾഡായിട്ട് ചൂടായിട്ട് ഉണ്ടാക്കിയിട്ട് തരാനുള്ള സമയം കൊണ്ട് ഇതൊരു സെമി ചൂട് കുറച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ബേസിക്കലി ഇത് പാല് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച്, റബ്ഡി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ? റബ്ഡി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഈ ജലേബിയുടെ ഒരു സാധനം തരില്ലേ, അപ്പോൾ ഈ പാല് കുറുക്കി തിക്കാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ അതിൻ്റെ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പക്ഷേ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ടോണ്ട് മിൽക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ അവരുടെ തന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ട്. അപ്പോൾ അത് വേഗത്തിൽ സാധാരണ ഒരു 6-7 മണിക്കൂർ ഇട്ട് കുറുക്കി പകുതിയാക്കി അതിൻ്റെ പാടയൊക്കെ വെച്ചിട്ട് നല്ല തിക്കായിട്ട്, അപ്പോൾ ഒരു പാല് കുറുകിയ രുചിക്കകത്ത് ജലേബിയും മറ്റ് പല സ്വീറ്റ്സൊക്കെ കഴിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പാല് കുറുക്കിയിട്ട് ബ്ലൂബെറി നമ്മൾ സോട്ട് ചെയ്ത് അരച്ച് ഇതിനകത്ത് ചേർത്ത് ശർക്കരയൊക്കെ വേറെ പ്രത്യേക ടെക്നിക്കിലാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് മിൽക്കി മിസ്റ്റ് ടോണ്ട് മിൽക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ പാല് പാട കെട്ടാണ്ടാണ് ഈ പായസത്തിനൊക്കെ. നമ്മൾ പാലട പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ട്. സോ നമ്മൾ ഈ ബ്ലൂബെറി ഇതിനകത്ത് ചെയ്യുന്നത് നെയ്ക്കകത്തും ലിറ്റിൽ ബിറ്റ് ബട്ടറും കൂടെ വെച്ച്. സാധാരണ നെയ്ക്കകത്താണ് നമ്മുടെ നാടൻ ഈ പഴം പ്രഥമൻ, ചക്കയൊക്കെ നെയ്ക്കകത്ത് വരട്ടിയെടുത്തിട്ടാണ് പ്രഥമൻ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ബ്ലൂബെറി ഒരിച്ചിരി ട്വിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് നെയ്യ് ഉപയോഗിക്കും, ഒരല്പം വെണ്ണയും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ വേറെയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു. വെയിറ്റുള്ള തവി. അതെ, ഇത്
അതായത് ഇത് നമ്മൾ പായസം ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ഓട്ടുരുളി. അപ്പോൾ അടി കട്ടിയുള്ള പാത്രമാകുമ്പോൾ പാല് പെട്ടെന്ന്, സാധാരണ ഈ നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പാല് കയറി കരിയും അടിക്ക് പിടിക്കും. അപ്പോൾ ആ ഫ്ലേവർ ഒക്കെ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കുക്ക് വെയർ ആണ് ഓട്ടുരുളി, ബ്രോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആ തവിയൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കണം. റോയൽ സോ കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ മിൽക്കി മിസ്റ്റ് ബട്ടർ ആൻഡ് ഓൾറെഡി നമ്മൾ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിന്റെ ബട്ടർ എന്റെ മോൾക്ക് സ്ഥിരം കൊടുക്കുന്നതാ വീട്ടില്. നെയ്യും ബട്ടറും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക രണ്ടും ഇതാണ്. നമ്മളാണെങ്കിൽ ഇതിന് രണ്ടിനെയും കൂടെ മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അതിലേക്ക് ഇത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഡച്ച് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ബ്ലൂബെറീസ് അങ്ങ് എടുത്തു കൊടുക്കുകയാണ്. യെസ്. ഓഹോ, ഇതിനെങ്ങനെ ഇതിനകത്ത് നെയ്യിൽ വരട്ടിയെടുക്കും ഒരു സൈഡിൽ. അപ്പോൾ ഇത് യെസ്, നല്ല രസമല്ലേ കാണാൻ? വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പണ്ട് കളിക്കുന്ന ഗോലി. അതെ, ഗോലിയുടെ ഇത്. അത് കുറച്ച് കഴിയുമ്പോൾ ചൂട് തട്ടി ഇതിൻ്റെ ഉള്ളിൽ കുരുവൊന്നുമില്ല, സ്കിന്നൊക്കെ ഒന്ന് മാറി നല്ല ബ്ലൂ കളറായിട്ട് മാറും. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെറി ഏതാണ്? നമുക്കറിയാലോ കേരളത്തിലുണ്ടായിരുന്നതാണ് മൾബറി. മൾബറി മൾബറി ഉണ്ട്, വീട്ടിലുണ്ടോ? അത് വളരെ റെയറായ ഒരു ട്രീ ആയിട്ട് മാറി. പണ്ടൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ മൾബറി, ഇപ്പൊ പിന്നെ ആ പട്ടുനൂൽ പുഴു എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഉള്ളതാണ്. അപ്പം പലരും ഇപ്പൊ കൃഷി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ബെറി ഫാമിലിയുടെ കുറേ സാധനമുണ്ട്. ബ്ലാക്ക് ബെറി, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറി. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കട്ടെ, നിങ്ങളുടെ വിശേഷങ്ങളോട് ഇങ്ങോട്ടൊക്കെ പറയാം. ഇല്ല, അല്ല, നമ്മൾ അതിൽ ഇൻവോൾവ് ഞങ്ങള് ഭയങ്കര ബ്ലെസ്ഫുൾ ആണ്. സാറിന്റെ ഈ ഒരു പാചകം നമ്മളെ ലൈവായിട്ട് കാണാനും അതിന് ടേസ്റ്റ് ചെയ്യാനും കൂടിയിട്ട് പോവാണ്. സോ ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫൂഡീസാ. അതെനിക്ക് തോന്നി കണ്ടാൽ തന്നെ. നിങ്ങളിപ്പോ എവിടെങ്കിലും പോയാ? സിത്തുട്ടി, എനിക്ക് വാങ്ങി എന്റെ പൊന്ന് സാറ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? സാറിന് മനസ്സിലായില്ല? വനജ. ഏത് വനജ? അങ്ങനൊന്നും ചോദിക്കരുത്. വനജ, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഇതിന്റെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പില് സിത്തൂട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. സിത്താരയോ? ഒറ്റ ഇതില് കണ്ടുപിടിച്ചല്ലോ, സിത്താര തന്നെ. സിത്താര എന്തോരം പാട്ടുകളാ പാടി വെച്ചേക്കുന്നത്. എനിക്ക് ടെൻഷനുള്ള സമയത്തുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ആ ഫോണിൽ ഒരു പാട്ടിടും, അപ്പൊ തന്നെ കിടന്നങ്ങ് ഉറങ്ങും. എന്നിട്ട് ആ പാട്ട് കേട്ട് തന്നെ ഞാൻ ഉണരുന്നതും. പിന്നെ എന്ത് രസമായിട്ടാ പാടി വെച്ചേക്കുന്നത്. എല്ലാ പാട്ടുകളും അതുപോലെ തന്നെയോ. എനിക്ക് വയ്യ, അത്ര ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വന്നത്. അതെ 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 അതെ, അതുകൊണ്ടാണ് വന്നത്. മനസ്സിലായില്ല സിത്തൂട്ടി? മനസ്സിലായില്ല? പൊന്നിൻ കണിക്കൊന്നാടി മുടി പൂത്തുലഞ്ഞേ, ചന്തമീനുങ്ങുന്ന മിന്നൽ കൊടിയാളിവളേ. മനസ്സിലായോ? മനസ്സിലായി. കമ്മലിട്ടോ മാലിട്ടില്ലേ? ഇല്ല. സ്റ്റൈലായിരിക്കും അല്ലേ? എന്താ പറയാ എന്റെ ദൈവമേ. അങ്ങനെ എവിടെ 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 പാത്തി വെച്ചേക്കുന്ന കുട്ടീനെ ഒന്ന് വിളിക്കോ? ആരെയാണ് വേണ്ടത്? സിത്താരിക്കുട്ടി വന്നെന്നും പറഞ്ഞാണോ വന്നേ? അതെ. ഓ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇത് ആരാണെന്ന് മനസ്സിലായോ? ഞാൻ മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ലേ? ഇത് മൃദുലയും ഗൗരി, അവരെ എനിക്കറിയാം. സിത്താരി എവിടെ? അയ്യോ, ഇത് നമ്മുടെ പുതിയ ഫ്ലവേഴ്സിൽ വരാൻ പോകുന്ന സിത്താര എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. സീരിയല്? അതെ, അതിലെ നായികമാരാണിത്. ആ സിത്താരെ കണ്ടിട്ടാണോ സിത്തുമണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നത്? അല്ലല്ല അല്ലല്ല അല്ലല്ല, സീരിയൽ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഇതേ ഇത്രയുള്ള പ്രായത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതല്ലേ മോളെ. എന്തെങ്കിലും നോക്കുന്നേ? സീരിയലാണോ ഇത്? ഇങ്ങനെ നോക്കാതെ കുറച്ചും കൂടി വലുതായിരുന്നു. അയ്യോ, ഇന്നലത്തെ എപ്പിസോഡിന്റെ ദൈവമേ, സിത്താരയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ്. കണ്ണു തള്ളിഞ്ഞിരുന്നു പോയി. എന്താ അഭിനയം, എന്താ ഒരു പെരുമാറ്റം. അല്ല, അല്ല, ഇന്നലത്തെ എപ്പിസോഡില്ലേ? എപ്പിസോഡ് കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇതുവരെ എപ്പിസോഡ് കണ്ടില്ലല്ലോ. ഇത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. വീണ്ടും പറ്റിച്ചു. അല്ല, എന്തെങ്കിലും തുടങ്ങുമല്ലോ. വേറൊന്നും വിചാരിക്കരുത്. ഈ സീരിയയുടെ ഏതെങ്കിലുമൊക്കെ കഥ എല്ലാം ഒരുപോലൊക്കെ തന്നെയാണല്ലോ. അതുപോലത്തെ കഥയല്ല. അല്ല, ഇത് കുറച്ച് ഡിഫറെന്റ് കഥ. പക്ഷേ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഈ സീരിയലാണ് സിനിമയെക്കാട്ടിൽ ഇഷ്ടം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള ആ ഒരു ഇതുപോലുള്ള നിപ്പും, പിന്നെ അവർ തമ്മിലുള്ള ആ വഴക്കും, പ്രതികാര ബുദ്ധിമുട്ടുള്ള നോട്ടം ഒക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് വയ്യ. പിന്നെ ഷെഫെ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടറമ്പിലുണ്ടല്ലോ കുസുമോ എന്ന് പറയുന്നൊരു ചേച്ചി, ഒരൊറ്റ മോന് 10-35 വയസ്സായി. ആ ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണോന്ന് ആ അമ്മയ്ക്ക് ഒരു നിർബന്ധമില്ല. ആ
അമ്മയും മോനും അടയും ചക്കരയും പോലെ ജീവിക്കുന്നത്. ഞാൻ മുൻകൈ എടുത്തതേ ഈ പായസം വളക്കുന്ന പോലുള്ള എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല സത്യം പറഞ്ഞാ ഈ കല്യാണം കഴിക്കുന്നത്. ഞാൻ മുൻകൈ എടുത്തിട്ട് ഞാൻ നടത്തി കൊടുത്തു. എന്നിട്ട് എന്തോ ആയി, ഒരു പെണ്ണ് വന്ന അമ്പിളി. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു സന്തോഷം എനിക്ക് കിട്ടിയില്ല മോളെ. എന്താ ഈ പ്രതീക്ഷ? സീരിയലിൽ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് റിയൽ ലൈഫിലോട്ട് കിട്ടുന്നില്ല. അതുപോലെ ഒരു സ്നേഹം. ഓക്കെ. അതായത് പിന്നെ ഈ ഈ രഘു എന്ന് പറയുന്നവൻ ഒരു ഓട്ടം മേടിച്ചു. ഒരു ഓട്ടം മേടിച്ചു. ഓട്ടം മേടിച്ചോണ്ട് വന്ന് ഇട്ടോണ്ട് വന്ന പേരോ അമ്പിളി. ഞാൻ ചെന്ന് പറഞ്ഞു, കുസുമ ചേച്ചി ഇത് ശരിയല്ല, 10-35 വർഷമായിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയ മോനാണോ ഓട്ടോ കൊച്ചു കൊണ്ടുപോയി, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അവര് പറയുക അവര് കാരണം ആ പേരിട്ടേന്ന്. അവര് പറഞ്ഞിട്ടാന്ന് ഈ പായസം തിളയ്ക്കുന്ന പോലെ അങ്ങ് വിചാരിച്ചു. ഇത് നോക്ക്, നമ്മുടെ ബ്ലൂബെറി സോർട്ട് ചെയ്തപ്പം അതിന്റെ പിങ്കിഷ് നീല നിറത്തിലുള്ള സാധനം എന്താ പിങ്ക് കളറായിട്ട് മറന്നു കണ്ടോ? ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ചയല്ലേ? അങ്ങനെ തരില്ല. ഇത് പായസം കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇത് ഇതണ്ട, ഇത് മെൽറ്റായി വരുമ്പോ ഈ നിറം ഇത് കാണല്ലേ? എന്റെ ഫ്ലേവർ നിങ്ങൾക്ക് വരുന്നുണ്ടോ? ബട്ടറിനകത്തും നെയ്ക്കകത്തും ആ ഈ ഒരു പഴം കറക്റ്റ് ആയിട്ട് മെൽറ്റായിട്ട് വരുവാണ്. ആ അമ്മായിമ്മയും മരുമോളും ഇതുപോലെ അങ്ങ് മെൽറ്റായി ഒന്നിച്ച് ജീവിക്കുക. ഒരൊറ്റ സെക്കൻഡ്. ഇത് ഒരു ഓണമാണ്. വളരെ സന്തോഷകരമായിട്ട് നമ്മളൊരു കേരളത്തിന്റെ പൈതൃകമായിട്ടൊരു പായസത്തിന്റെ ഒരു ഫ്യൂഷൻ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. കുത്തിത്തിരിപ്പ് ഒരിക്കലും വാനജ അങ്ങനെ ആഗ്രഹിച്ചാൽ ഇങ്ങോട്ട് വന്ന് ഒറ്റയടിക്ക് തന്നെ അങ്ങനെ പറഞ്ഞു വിടല്ലേ. എന്നിട്ട് റേഷൻ കാർഡിനകത്ത് പോലും അയ്യോ അങ്ങനെയുള്ളൊരു ആളല്ല ഞാൻ. റേഷൻ കാർഡിനകത്ത് പോലും ചിരിക്കാതെ റേഷൻ കാർഡിനകത്ത് പോലും ആ കുസുമത്തിന്റെ പേര് വെക്കാതെ മരുമോടെ പേര് വെച്ചു. അപ്പോഴും ഇതുപോലെ സാറ് പറഞ്ഞ പോലെ ഉടക്ക്, ഷെഫ് പറഞ്ഞ പോലെ ഉടക്ക്. എന്നോട് പറഞ്ഞ് അങ്ങോട്ട് കയറലെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ പോകാതിരിക്കാൻ പറ്റുമോ? സൂര്യന്റെ വെട്ടം എല്ലായിടത്തും ചെല്ലുന്ന പോലെ ഞാനും ചെല്ലും. പക്ഷെ എന്നാലും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനല്ലേ നമുക്ക് സന്തോഷം. അതല്ലേ സീരിയൽ അങ്ങനെ, പക്ഷെ റിയൽ ലൈഫിൽ നല്ല സ്നേഹത്തോടെ റേറ്റിംഗ് വേണം. അപ്പൊ ഈ പറയുന്ന പോലെ ഫൈറ്റ് ഒക്കെ വേണം. പക്ഷെ ജീവിതത്തിൽ മറ്റതല്ലേ സമാധാനം. എന്നാലും ഞാൻ സ്വന്തമായിട്ടൊരു ഡയറക്ഷനിലൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള സീരിയലേ എടുക്കത്തുള്ളൂ. വനജ ഇനി ഒരു സീരിയലിന് ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും കഥയുടെ എന്തൊക്കെ കുത്തിത്തിരിപ്പായിരിക്കും? ഇത് തന്നെ അമ്മായിമ്മയും മരുമോളും നോക്കി അപ്പ അടി, അമ്മായിമ്മയും മരുമോനും നോക്കി അപ്പ കുത്ത്, അങ്ങനെയുള്ള ലളിതമായ കഥ. ഇപ്പം ഗർഭിണിയായ പെണ്ണ് സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചിട്ട് തെന്നി സൈക്കോ. അതെ പാലില് വിഷം ഒഴിച്ചിട്ട് അമ്മായിയമ്മ മരുമോക്ക് കൊടുക്കുന്നു, മരുമോക്ക് മോന് കൊടുക്കുന്നു. അങ്ങനെ ലളിതമായ ആൾക്കാർക്ക് എന്നെ പോലെ ഉള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കഥകളായിരിക്കും. ഈ കലക്കിയ വിഷം ആര് കുടിക്കും അതായിരിക്കും തുടരും നിർത്തുന്നത്. എന്താ വീട്ടിൽ ഇവരൊക്കെ ഉണ്ടല്ലോ. എന്റെ വീട്ടിൽ കാണുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്കിങ്ങനെ പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെ കാണുന്നത് ഭയങ്കര പ്രത്യേകിച്ച് തൊട്ടടുത്ത അയൽവക്കത്തൊക്കെ ഇത് കണ്ടാൽ ഒരു മനസ്സുഖം. അതാ ഞാൻ നേരത്തെ അഥവാ അവിടെ നല്ല രീതിയിൽ വന്നാൽ ചെറിയൊരു നെഞ്ചുവേദന. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതിരിക്കട്ടെ, ഇതിനകത്ത് ആരാ സിത്താര? സിത്താര ഞങ്ങൾ രണ്ടുപേരുടെ കമ്പൈൻ വേർഷൻ ആണ് സിത്താര. ആണോ? അപ്പൊ നിങ്ങൾ നല്ല ഫ്രണ്ട്സാ? അപ്പൊ സീരിയൽ എന്തായാലും അടി ഉണ്ടാവും. അങ്ങോട്ടും എന്തായാലും അടി ഉണ്ടാവും. അത് വേണം വനജ ചേച്ചിക്ക് മാത്രം മതി. ഈ അടുത്ത് വനജ ചേച്ചിക്ക് ഏറ്റവും തൊട്ടടുത്ത് കാണുന്ന ഒരു സംഭവം എന്താണ്? എനിക്ക് ഈ സീരിയല് ഞാൻ സാധാരണക്കാരിയായിട്ട് ഈ അമ്മായിയമ്മയുടെ ദേഹത്ത് തിളച്ച എണ്ണ വീഴുന്നത്, പറഞ്ഞ പോലെ മരുമോള് തെറ്റിയടിച്ച് വീഴുന്നത്, മൂക്കിടിച്ച് പല്ല് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള സന്തോഷം. ഈ സിത്താരയുടെ കഥ എന്നോടൊന്ന് പറയോ? പറയാൻ പറ്റില്ല. അതൊരു എക്സ്ക്ലൂസീവ് പുറത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ കാട്ടിലും മേട്ടിലും നാട്ടിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും പൂട്ടിക്കെട്ടി വെക്കാൻ ആരോടും പറയണ്ട. വനജ ചേച്ചി ഒരു കാര്യം പറയാം. എന്നോട് പറഞ്ഞ കോടിക്കണക്കിന് ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രൊമോഷൻ ആയിരിക്കും നിങ്ങൾക്ക്. ഞാൻ ലതയോടും സുരയോടും സുഹാസിനിയോടും രാജയോടും എല്ലാം ചെന്ന് പറയാം. എന്തുമാത്രം അയൽക്കൂട്ടത്തിലൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിളിക്കാം, നമ്പർ തന്നിട്ട് പോയാൽ പ്രൊമോഷന് വേണ്ടി മാത്രം നിങ്ങളെ മാറ്റി വയ്ക്കാം. ഞങ്ങൾ എന്നാ ടെലികാസ്റ്റ് ആവുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നാ ടെലികാസ്റ്റ് ആവുന്നെങ്കിൽ പറയോ? പറയില്ല. അല്ല ഇപ്പൊ ഈ ചേച്ചിക്ക് വേണ്ടത് എല്ലാം അതിനകത്ത് ഉണ്ടാവും. എന്തോ വേണം എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അല്ല നിങ്ങൾ ഇപ്പൊ ഇത്രയും ഉടുത്തൊരുങ്ങി നല്ല സുന്ദരി മണികളായിട്ട് വന്നില്ലേ? സീതയും താരയും സിത്താര വന്നേക്കുവാ. ഷെഫെ നമുക്ക് ഇവർക്കേ ഓണമായിട്ട് ഈ ബ്ലൂബെറി പായസവും ഇതൊക്കെ കുടിച്ചിട്ട് അങ്ങ് വിട്ടാ മതിയോ? നമുക്ക് ചെറിയൊരു ഗെയിമിലോട്ടൊന്ന് പോയാലോ? ആ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യം, നമ്മുടെ ബ്ലൂബെറി റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്ത് ഇതൊരു കമ്പോട്ട് എന്നാണ് പറയുക. ഈ ഒരു മെത്തേഡിന് കമ്പോട്ട് ഇതിങ്ങനെ മെൽറ്റാക്കി പല ഫ്രൂട്ട്സ് ഒക്കെ ചെയ്യുന്നതാണ്. അതെ,
അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി അങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് പാലിൻ്റെ പണി നമ്മൾ പാലിങ്ങനെ തിളച്ച് ഇങ്ങനെ സ്ലോ കുക്കായിട്ടിരിക്കുകയാണ്. പാടയൊക്കെ മേലെ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ പാലിനെ നമ്മൾ റിഡ്യൂസ് ചെയ്തൊരു പിങ്കിഷ് കളർ ആക്കണം. അപ്പോൾ ഇത് ഒന്ന് മെൽറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗെയിം തുടങ്ങിക്കോ. ഓക്കെ ഓക്കെ. അപ്പൊ സിത്താര കുട്ടികളെ, ഞാൻ 3 പാട്ട് ഇവിടെ ഇട്ട് തരും. അതിനകത്ത് ചെറിയ ചെറിയ വേർഡുകൾ മിസ്സായിരിക്കും. അത് നിങ്ങൾ പറയണം. റെഡിയാണോ? ഓക്കെ. ഓക്കെ. മ്യൂസിക് പ്ലീസ്. ഓ കാവൽ നിൽക്കണ കണ്ണു എന്റെ കാര്യത്തിൽ ക്ലൂ ഒക്കെ തരാൻ വേണ്ടി നിന്നതാ ഞാൻ. ആരോടാ കളിക്കുന്നത്? ആരോടാ മനസ്സിലായോ? ആരോടെ കളിച്ചത്? ശരിയാണേ, കാവൽ നിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത പാട്ട് നോക്കാം. മ്യൂസിക് പ്ലീസ്. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ചിപ്പി. കറക്റ്റാ കറക്റ്റാ. തീർത്ത് പറയണം. ചിപ്പി വിടരുമല്ലോ കരുണതൻ മുത്തു. ചിപ്പി കറക്റ്റാണ്. വാരി പാടിക്കോ. ചിപ്പി വിടരുമല്ലോ കരുണതൻ മുത്തു വിടരും. ദൈവമേ, ബാക്കി വരി തെറ്റിക്കണേ. ബാക്കി വരി തെറ്റായിരിക്കും. ബാക്കി അവരിട്ട് ഈ ചിപ്പി വിടൽ മാത്രമേ കറക്റ്റായുള്ളൂ. ബാക്കി എനിക്കറിയാം. എന്നാ അവിടെ ഒന്ന് കേട്ടോ ഷെഫേ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ. കരുണതൻ അടിപൊളി 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 അടിപൊളി. ഇനി അടിപൊളി അടിപൊളി. അത് പറയാൻ എളുപ്പം. അടുത്ത പാട്ട് പറയണം അങ്ങോട്ട്. ഓൾറെഡി വനജയുടെ മൂവ് ഓൾറെഡി 2 എണ്ണം പൊട്ടി. അതിന്റെ എല്ലാ ഒരെണ്ണമെങ്കിലും വരും. ഉണ്ടല്ലോ കേട്ടോ. പറ, ഉറപ്പാണല്ലോ. മ്യൂസിക് പ്ലീസ്. മുക്കുറ്റി ചാന്തിനാൽ കുറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണല്ലേ നീ. ചാന്തിനാൽ കുറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണാണു ഞാൻ. ഈ പ്രേമ സംഗീത സായങ്ങളിൽ ഈ ജന്മ ഷെഫേ പോയോ? വേണം. നീ പായസം മൃദുല പറ. അതെന്നെ സായുജ്യ ഏതന്നെ അത് പറ. ഈ ജന്മ സായുജ്യങ്ങളിൽ ബാക്കി അവരിട്ട് ഇട്ടു. ഇങ്ങനൊക്കെ പാടാവോ? പാടാവോ? ചില പ്രത്യേക സാഹചര്യം. എന്താ വേണം? ഒരു ടീമാന്നാ പറയുന്നത്. എന്താ വേണം? എന്തായി? ഒന്ന് കേട്ട് നോക്കാം. കേട്ട് നോക്കാം. മുക്കുറ്റി ചാന്തിനാൽ കുറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണല്ലേ നീ. മുക്കുറ്റി ചാന്തിനാൽ കുറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണാണു ഞാൻ. ഈ പ്രേമ സംഗീത സായങ്ങളിൽ ഈ ജന്മ സായുജ്യ നേരങ്ങളിൽ നമ്മളൊരു ടീം. ഇങ്ങനൊക്കെ അങ്ങ് പോയാ മതിയോ? ഒരു എനർജി വരണ്ട. ഇതിപ്പോ ഇങ്ങനെ ഒരുമിച്ചപ്പോ അതിനൊരു പ്രത്യേക സന്തോഷം കണ്ടു. ഈ അടി ഉണ്ടാക്കുന്നതിനേക്കാളും ആ ഒരു ഒത്തൊരുമ. ഇത്രയും പാട്ട് കേട്ടിട്ട് ബാക്കി പാടുന്ന എളുപ്പമുണ്ട്. അപ്പൊ സ്വന്തമായിട്ടൊരു പാട്ട് പാടിയാലോ? പാടാം. 2 വരി. അതിനു മുമ്പ് ഒരു കാര്യം. പാല് തിളച്ച് ഞാൻ അതിനകത്ത് നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെ കണ്ടൻസ് മിൽക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? പാല് കുറുക്കി എടുക്കാൻ ഒരു സമയമുണ്ട്. അപ്പൊ 7-8 മണിക്കൂറാണ് ഇങ്ങനെയൊക്കെയുള്ള പാല് നമ്മളിൽ പാലടക്കൊക്കെ എടുക്കുമ്പോൾ ശരിക്കും കുറുകി വരുന്നത്. അപ്പൊ അതിന്റെ എളുപ്പത്തിനാണ് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യുമ്പം ആ ഒരു ഷുഗറും കിട്ടും, ആ തിക്നെസ്സും കിട്ടും, വേഗത്തിൽ കിട്ടും. അപ്പൊ അതുകൂടെ ആഡ് ചെയ്തിട്ട് ഇനി അതെന്താ നിങ്ങൾ പാടാൻ പോണാ? എനിക്ക് വേഗത്തിൽ ഒഴിക്കാം.
അപ്പൊ ഗൗരിയാണോ പാടുന്നത്, മൃദുലയാണോ പാടുന്നത്? ഗൗരി ഗൗരി ഗൗരി. ഞാൻ ഈ പാട്ട് പാടാൻ അറിയില്ല. പാട്ട് കേൾക്കാൻ അറിയാം. അതറിയാലോ. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ പാടട്ടെ. ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺ വീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ മൺ വീണയിൽ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറെ നേരമായി, എന്നെ തിരക്കുന്നുണ്ടായിരിക്കുവേ. അപ്പൊ ഡാൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഉഷാറായിട്ട് നിൽക്കുക. പായസം വേകുമ്പോഴത്തേക്ക് ചോറ്റുപാത്രമായിട്ട് വരാം. എന്താ പറയുന്നത്? എന്തായാലും ശരി. എനിക്ക് മാറ്റി വെച്ചേക്കണം കേട്ടോ. തൂക്കുപാത്രം പക്ഷെ വന്ന പോലെ ഒരു സന്തോഷം മുഖത്തില്ല. അത് കുത്തിത്തിരിക്കാൻ ശ്രമിച്ചു. ഇടയ്ക്ക് ഇവരുടെ ഇടയിൽ കയറി ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ വന്നതാണ്, പക്ഷെ നടന്നില്ല. എന്തൊക്കെയാ പറയുന്നത്? പായസം വെക്ക്. അതെ 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 പറഞ്ഞെത്തിയിരിക്കും. ശരി ശരി ഓക്കെ. അടിക്കുമ്പോ ഈ വാസന എന്താ? സുഗന്ധം എന്താണ്? സുഗന്ധം ദേ കുറേ സാധനങ്ങളുണ്ട്. ഏലക്കയുടെ പൊടിയുണ്ട്. മിൽക്കി മിസ്റ്റിന്റെ ഐറ്റം അല്ലേ? അതെ. മിൽക്കി മിസ്റ്റിന്റെ നെയ്യ്, ആ. കണ്ടൻസ്ഡ് മിൽക്ക്, ആ ബട്ടർ. ബട്ടർ. ദേ ഇതാണ് ആ പറഞ്ഞ സാധനം. ഇതെന്താണെന്ന് വായിച്ച് പറഞ്ഞേ. ബട്ടർ ബട്ടർ. ബട്ടർ. ആ ഒന്ന് പറ, മൊത്തത്തിൽ പറ. മിൽക്കി മിസ്റ്റിന്റെ ബട്ടർ. ഓക്കെ യെസ്. എന്തുമായാലും വാസന ഒരു രക്ഷയില്ല. കൈപുണ്യം പിന്നെ ഉണ്ടല്ലോ. വേകുമ്പോഴത്തേക്ക് ചോറ്റുപാത്രമായിട്ട് ഞാൻ വന്നിരിക്കും. ശരി. മാറ്റി വെച്ചേക്കണേ. പാട്ട് പാടി മേടിച്ചോണ്ട് പോവാ. എങ്ങനെ ഉണ്ടായിരുന്നു? രസമായിരുന്നോ? അയ്യോ, വനജയുടെ തമാശകൾ ഇല്ലേ? ഭയങ്കര എനർജറ്റിക് ആയിട്ട്. ഇതിന്റെ ഇടയിൽ നമ്മുടെ പാല് കുറുകി. Okay. അത് കൂടാണ്ട് നേരത്തെ പറഞ്ഞ നമ്മുടെ നിങ്ങളുടെ ഗെയിമിന്റെ ഇടയിൽ അത് പേസ്റ്റ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കോരി കുടിക്കാൻ നല്ല രസമാണ്. നെയ്ക്കകത്ത് വരട്ടിയ ബ്ലൂബെറി ആണ്. അതിന്റെ ആ ബ്ലൂവിന്റെ കളർ മാറി പിങ്കിഷ് ആയി ഉള്ളിൽ, കണ്ടില്ലേ? Nice. ഒരു പ്രത്യേക ഒരു വയലറ്റ് കളർ, ഒരു ബീട്രൂട്ടിന്റെ ഒരു കളറൊക്കെ. കളറായി. അതെ. സോ ഇനിയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ടെക്നിക്ക് വരാൻ പോകുന്നത്. നമ്മൾ പാലതൊക്കെ തിളച്ചു. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഉരുക്കി. നമ്മൾ ഈ കസ്റ്റർഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കാരമൽ കസ്റ്റർഡ്. അപ്പോൾ അതിനകത്തൊക്കെ പഞ്ചസാര ഉരുക്കിയിട്ടാണ് ആ നിറം വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ബട്ടറിനകത്ത് ഈ ബ്രൗൺ ഷുഗറാണ്, സാധാരണ വൈറ്റ് ഷുഗറാണ്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ ഉരുക്കിയെടുത്ത് ഇത്തിരി ശർക്കര പാനിയുടെ ചേർത്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് തണുക്കുമ്പം ഈ ബ്ലൂബെറി മിക്സ് ചെയ്തിട്ട് പിന്നെ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇത്തിരി ഏലക്കാപ്പൊടി എടുത്ത് തന്നാൽ പായസം റെഡിയാവും. വീണ്ടും കുറച്ച് ബട്ടർ, ആ ബട്ടറിനോടൊപ്പം കുറച്ച് പഞ്ചസാര. ഓൾറെഡി നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അതിനുള്ള മധുരം ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് 3 മധുരമാണ്. കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം, ബ്രൗൺ ഷുഗറിൻ്റെ മധുരം, ശർക്കരയുടെ മധുരം. ത്രിമധുരം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ ത്രിമധുരം അല്ല, ത്രിമധുരം നമുക്കൊരു പായസം വരുന്നതാണ്. യെസ്. ഇപ്പോൾ ഒരു സൈഡിൽ ഇതിങ്ങനെ അലിഞ്ഞിങ്ങനെ ഒരു കാരമലൈസ് ആയിട്ട് വരും. പഞ്ചസാരയൊക്കെ ഉരുക്കി വല്ല പാചകം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി പായസം എന്തൊക്കെയാണ്? ഞാൻ ഒരുപാട് ഈ കുക്കിംഗ് മത്സരത്തിനൊക്കെ പോകും, പല രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പാചക മത്സരത്തിൻ്റെ ജഡ്ജ് ചെയ്യാനൊക്കെ. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ മലയാളി വീട്ടമ്മമാർ ഉണ്ടാക്കി തരുന്ന പായസങ്ങളൊക്കെ വെറൈറ്റി കാണും. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ താല്പര്യമുള്ള എന്തൊക്കെയായിരിക്കും? മിക്സഡ് ഫ്രൂട്ട്. ഞാൻ ഈവൻ തേങ്ങയുടെ വരെ പായസം കഴിച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കില്ല, തേങ്ങ കൊത്തിട്ടിട്ടുള്ള മാത്രമുള്ള പായസങ്ങൾ, കോളിഫ്ലവറിൻ്റെ പായസം, പച്ചമുളകിൻ്റെ പായസം, ഞാൻ കാന്താരി മുളകിൻ്റെ പായസം കഴിച്ചു, വെളുത്തുള്ളി പായസം. വെളുത്തുള്ളിയുടെ പായസം എന്നൊക്കെ പറയുമ്പോൾ വെളുത്തുള്ളി നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ മണമൊക്കെ ഉണ്ട്. വെളുത്തുള്ളി അവർ പാലിനകത്തിട്ടൊക്കെ ബ്ലാഞ്ച് ചെയ്തിട്ട് കുറച്ച് നേരം ബ്ലാഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ആ വെളുത്തുള്ളിയുടെ സ്മെല്ല് മാറും. എന്നിട്ട് ആ പാൽ ഊറ്റിക്കളയും. എന്നിട്ട് അത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് പായസം ഉണ്ടാക്കും. ഭയങ്കര സ്വാദം അതൊക്കെ. നമ്മൾ ശർക്കരയുടെ പാനിയും കൂടെ ചേർക്കുകയാണ്, നല്ല കുറുകി. ഇത് ശർക്കര ജസ്റ്റ് മെൽറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്തു. ഓ, ആഹാ, ഉണ്ടാ അത് കറക്റ്റ്. അതിൻ്റെ ഒരു പഞ്ചസാര അരിഞ്ഞ് ശർക്കരക്കകത്ത് വെണ്ണയിലാണ് ഇതരിയുന്നത്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു മണം കിട്ടുന്നില്ലേ? ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇപ്പോൾ ഇടുകയാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ഫ്ലേവർ കറക്റ്റ് ആവും. ഏലക്കാപ്പൊടിയും
യെസ്. ഓ, ഇത് നമ്മുടെ ഭയങ്കര ഒരു കേരളത്തിൻ്റെ മാത്രമുള്ളൊരു, നമുക്ക് ഒരുപാട് സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ പറയുന്ന സ്പൈസസിൻ്റെ കേരളത്തിൻ്റെ തനതായ ഒരു സാധനമാണ് ഈ ഗ്രീൻ കാടം. അതെ. ഇപ്പം ആ ഒരു ഏലക്കയുടെ മണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? So, ഇത് നമ്മുടെ പായസത്തിന്റെ മിക്സിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യാണ്. ഓ, എക്സൈറ്റഡ്. യെസ്. യെസ്, അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ബാക്കിയൊക്കെ പണി കഴിഞ്ഞു. ഇനി അവസാനം നമുക്ക് നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പായസം ഏകദേശം. അപ്പോൾ പാലൊന്നുകൂടെ അതിൻ്റെ നിറമൊക്കെ മാറി കണ്ടല്ലേ. ഇനി ഒരു പേസ്റ്റ് നമ്മുടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു? എനിക്ക് ഭയങ്കര ആഗ്രഹം ഡാൻസ് കളിക്കാനായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ എന്റെ അച്ഛമ്മാവൻ അപ്പൂപ്പനൊക്കെ ഈ ഫീൽഡിലുള്ളവരാ. ക്യാമറമാൻ ആനന്ദക്കുട്ടൻ, എം എൻ അപ്പു, അതെ എന്റെ അപ്പൂപ്പനാണ്. സോ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് അവർ വർക്ക് ചെയ്യുന്നു, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ ഒരു മൂവി, ഈ ഒരു ഫീൽഡോട്. ഞാൻ ഫസ്റ്റ് മൂവിയാ ചെയ്തേ, അവിടെ നിന്ന് നേരെ സീരിയലിലേക്ക് വന്നു. ഞാൻ പാഷനായിട്ട് വന്നതല്ല, ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. ഞാൻ സൗന്ദര്യം കണ്ടിട്ടൊന്നും ഒട്ടും സൗന്ദര്യം, പക്ഷെ ആ ക്യാരക്ടർ അനിയത്തി എന്നുള്ളൊരു ടൈറ്റിൽ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു കണ്ടപ്പോ അന്ന് ഭയങ്കര കുട്ടിയാണ്. അങ്ങനെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴി ചോദിച്ചിട്ട് വന്ന് ചെയ്തത്. അതിനുശേഷം 1-2 സീരിയൽ കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സീരിയസ് ആയിട്ടും പാഷനും ആയി തുടങ്ങി. ഇപ്പം ഭയങ്കര പാഷനായി. ഓക്കെ, ഇപ്പം ഇത് 2026 ആണ്. ഇപ്പം 2030 എന്താണ് നെക്സ്റ്റ് 4 years നിങ്ങൾ എന്താവണം? എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? കുറേ സിനിമകൾ ചെയ്യുന്നതാണോ? കുറേ ഇതുപോലെ ഡാൻസിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതാണോ? എന്തോ ആയിക്കോളൂ, നമുക്കൊരു ഡ്രീം ഉണ്ടാവും. ആ ഡ്രീമിൻ്റെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നിൽക്കുക. ഇപ്പം 2030 പ്രഡിക്ഷൻ എന്താ? ഒരു ആക്ഷൻ മൂവി ചെയ്യണം. ഓ, ആക്ഷൻ മൂവിയിലെ ഹീറോയിൻ ആവണം. ഹീറോയിൻ ഓർ ക്യാരക്ടർ, ബട്ട് ആക്ഷൻ ഉണ്ടാവണം. ആക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. യെസ്. ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ഷൻ നായിക നമുക്ക് കുറേ ഇപ്പം മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലൊക്കെ നല്ലപോലെ ആക്ഷൻ ഇപ്പോൾ നയൻതാരയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ഷൻ ഹീറോയിൻ നോക്കി ആരാണ്? ഞാൻ ആക്ച്വലി കല്യാണി പ്രിയദർശന്റെ ലോക കണ്ടിട്ടാണ് ഭയങ്കര ഇൻസ്പയർഡ് ആയി. ഞാൻ അതിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടാണ് എന്നെ അത്രയും ഇൻസ്പയർ ആക്കാനായിട്ട്. അപ്പൊ അതിന് ഇത്രയും വലിയൊരു ആഗ്രഹമുണ്ട് ആക്ഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ വല്ല വേറെ ആയോധന കലകളൊക്കെ പഠിക്കാറുണ്ടോ? ഞാൻ കളരി പഠിക്കാനായിട്ട് പോവാണ് നെക്സ്റ്റ് മന്ത്. സോ അതിന് മുന്നായിട്ട് വർക്കൗട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് റോൾ ചെയ്യാൻ അറിയില്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് റോളൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അങ്ങനെ. ചാൻസ് വരുമോ ഇല്ല അറിയില്ല, ബട്ട് നമ്മൾ ചാൻസ് വരുമോ ഇല്ല എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളതല്ല. നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫർട്ടുകൾ ചെയ്യാന്ന് മാത്രമാണ് നമുക്ക് കൺട്രോൾ ഉള്ളത്. പിന്നെ ആ ഒരു എഫർട്ട് എടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ചിലപ്പം ഈ പറഞ്ഞ പോലെ 2030 ഇനിയിപ്പോൾ അടുത്ത മാസമാണോ? ഇത് കേട്ടോണ്ടിരുന്നിട്ട് വലിയൊരു ആക്ഷൻ നോക്കുമ്പോൾ കൊള്ളാലോ, കളരിയും പഠിക്കാൻ തുടങ്ങിക്കൊണ്ട് ദക്ഷിണയെ കൊടുത്ത് പഠിച്ചോ? ഇല്ല, പഠിക്കാൻ പോവാണ്. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ആ ഇൻട്രസ്റ്റ് മൈൻഡിലേക്ക് ഇട്ടു, അത് അപ്ലൈ ചെയ്യുന്നു. അത് മറ്റേ എന്താണ് പൗളോ കൊയ്ലോടെ പറയുന്ന പോലെ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരുടെ ചേർത്ത് ചെയ്തു വരും. ഓക്കെ, നിങ്ങളുടെ പറയൂ. ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ ഭയങ്കര പാടാ. ഞാൻ അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് അല്ല. ഇപ്പം നിലവിലത്തെ പ്രസന്റിൽ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാലും ഇത് പറഞ്ഞ ഇനി ഒരു ഡ്രീം ഉണ്ടാക്കണമല്ലോ, ഇത് പറഞ്ഞ കാരണമല്ലേ പറയുമ്പോഴെല്ലാം ഞാൻ എന്റെ ചോദ്യം എന്തായിരിക്കും? പറയും അങ്ങനെ ഇല്ല എനിക്ക്. ഓക്കെ, അപ്പൊ ഇതുപോലെ നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടർ വരികയാണ്, ഭയങ്കര എക്സ്ട്രീം ലെവൽ, ചെയ്യുവോ? ഉറപ്പായിട്ടും ആണ്. ആക്ച്വലി ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കിട്ടുന്ന പ്രൊജക്ട് ഏതാണോ അതിനു വേണ്ടി മാക്സിമം ഹോംവർക്ക് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ്സ് ആണ് അല്ലേ? എനിക്ക് തോന്നി. അതുകൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ രണ്ടുപേരും ഒരു ടീം സ്പിരിറ്റോടെ അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ടാലന്റിനെ കുറിച്ച് അറിഞ്ഞ് നല്ലൊരു ഗുഡ് ഫ്രണ്ടായിട്ട് നിന്നാൽ ഈ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ ബെറ്റർ. നിങ്ങളിപ്പോൾ ഒരു സീരിയലൊക്കെ ഒരുമിച്ച് അഭിനയിക്കുമ്പം ഒത്തിരി സമയം നമുക്ക് കിട്ടും. അപ്പോൾ ഒരാളെ കാണാൻ പറ്റും, അയാളുടെ ഗുഡും അല്ലെങ്കിൽ അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടൊക്കെ വേറെ നല്ലൊരു ഗുഡ് ഫ്രണ്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഗ്രോത്ത് ആണ്. ഇപ്പൊ അത് അറിയാലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. കാരണം ആരും അങ്ങനെ തുറന്നു പറയാറില്ല. പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യാനാണെങ്കിലും ആരും പറയാറില്ല. പക്ഷെ ഞങ്ങളാണെങ്കിൽ ഒരു സീൻ കഴിഞ്ഞാല് യെസ് അത് കൊള്ളാം, അത് നന്നായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പറയും. പിന്നെ എനിക്ക് അതായത് ഇപ്പം ഞാൻ സ്റ്റൈലിങ്ങിലും മേക്കപ്പിലും ഒക്കെ ഭയങ്കര പുറകോട്ടാം. പക്ഷെ ഈ സാരി, ഈ ബ്ലൗസ്, ഈ കമ്മൽ അടക്കം ഹെയർ സ്റ്റൈലിംഗ്, ഞാൻ ഇങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് ഞാൻ ഭയങ്കര എപ്പോഴും ഭയങ്കര എനിക്ക് അതിനോട്ടൊരു താല്പര്യക്കുറവുണ്ട്. പക്ഷെ അത് ഇവളുടെ നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. ഇതിപ്പോ
ശരിക്കും ഈ സ്റ്റൈലിംഗ് ആരാന്ന് ചോദിച്ചാൽ യെസ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാവും ഇപ്പൊ സെറ്റിലായാലും കാര്യങ്ങളൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യമാണോ, അല്ലെ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ തമ്മിൽ സംസാരിക്കുമ്പം അപ്പോൾ ഒരു സെറ്റിൽ ഒരുമിച്ച് രണ്ട് നായികയായിട്ട് വരികയാണ്. അപ്പോൾ വലിയ സീരിയൽ എന്ന് പറഞ്ഞ ലോങ് ടൈം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. അപ്പൊ നിങ്ങളുടെ കോമൺ ടോക്ക് എന്തൊക്കെയാണ്? ഗോസിപ്പ് അല്ലാന്ന് എനിക്കറിയാം, ഇനി അല്ലാന്ന് അതുകൊണ്ട് എന്നാലും പെണ്ണുങ്ങളായ അതുണ്ട്. എന്നാലും കോമൺ രണ്ടുപേരുടെയും കൂടെ ഒരു ഗോൾ എന്ന് പറഞ്ഞ ആക്ട്രസ് എന്ന നിലയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സിനിമയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് രണ്ടുപേർക്കും, സീരിയലിൽ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ഗോൾ എന്തെങ്കിലും പറയും. ഇപ്പോൾ അവർ പറയൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതെ, കോമൺ ഗോൾ ഫുഡ് കഴിക്കാന്നുള്ളതാണ് മെയിൻ ഗോൾ. ഓക്കെ. അതിങ്ങനെ ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. എവിടെ നെക്സ്റ്റ് ഫുഡ്, എവിടെ നല്ല ഫുഡ്, ഇന്ന സ്പെഷ്യൽ ഫുഡ്. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. സെയിം ഇത് മൃദുലയ്ക്കും ഉണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആ ഒരു പ്രശ്നമില്ല, ആ ഒരു സിങ്ക്, ഞങ്ങളുടെ മെയിൻ മനപ്പൊരുത്തം. ഓക്കെ. സോ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. നമ്മുടെ ബ്ലൂബെറി അത് ഓൾറെഡി സോർട്ട് ചെയ്ത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പായസം നമ്മൾ പാല് കുറുക്കി പിന്നെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തു. പിന്നീട് അതിനകത്ത് ബട്ടറിൽ ബ്രൗൺ ഷുഗറും ശർക്കര പാനിയും കൂടെ ഫോൾഡ് ചെയ്തതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കുറുകി ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ നമ്മുടെ തടുക്കടിക്കെന്ന് പറയും, താളിക്കും എന്ന് പറയും, കടുക് വറുക്കും എന്നൊക്കെ പറയും. ഇത് പക്ഷേ പായസത്തിനകത്ത് നമ്മൾ നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ അതൊരു ഇതില്ലെങ്കിൽ ആളുകൾക്ക് പായസം ആവില്ല. അതെ. പക്ഷെ ഞാൻ സാധാരണ ഇപ്പം ഇതിനകത്ത് ചിലരൊക്കെ ഈ ചില പായസങ്ങളിലൊക്കെ ഉണ്ട് എല്ലാവരും ഇത് ഇടും. അപ്പോൾ ഈ പാൽപ്പായസത്തിനകത്ത് ചിലപ്പോൾ ഉണക്ക മുന്തിരിങ്ങ ഇടാത്ത ആൾക്കാരുണ്ട്, പുളിപ്പ് വരും. മുന്തിരിങ്ങയ്ക്ക് ഒരു പുളിയുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ബ്ലൂബെറിക്ക് ഒരു ചെറിയ പുളി ഉണ്ടല്ലോ. അപ്പോൾ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ പായസത്തിൻ്റെ അവസാന വട്ടം സാധനമാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ നമ്മളിപ്പോൾ ഓണമാണ്, വൺ ഓഫ് യുവർ ഗ്രേറ്റ് ഓണം മെമ്മറി. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ ഇത്രയും കാലത്തിലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി, അത് ചൈൽഡ്ഹുഡിലെ ആവാം, ഒരു മിഡിൽ ടീനേജ് പ്രായത്തിലാവാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് കുറച്ചുകൂടെയൊക്കെ മെച്ചുവറായ ഒരു കലാകാരിയായിട്ട് പ്രേക്ഷകരൊക്കെ അംഗീകരിച്ച് കണ്ട് തിരിച്ചറിഞ്ഞ് നമ്മളെ സന്തോഷിക്കുന്നതൊക്കെ മൂവ്മെൻ്റ് ആവും. ഈ ഒരു ടൈമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓണം മെമ്മറി എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിനായിരുന്നു ഓണം. ഓക്കെ. സോ ആ ടൈമിന് ഏറ്റവും ബെസ്റ്റ് ഓണമാണ്. യെസ്. അപ്പോൾ കുഞ്ഞും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ഓണമാണ് എനിക്ക് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. യുവയും കുഞ്ഞുമായിട്ടുള്ള ഓണമാണ് ഏറ്റവും മെമ്മറി ആയിട്ടിരിക്കുന്നത്. യെസ്. എന്നെ സംബന്ധിച്ച് കൊച്ചിലെ ഫാമിലി എല്ലാവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ഓണത്തിനാണ് ഫുൾ ഫാമിലി വരുന്നത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. പക്ഷെ വലുതായപ്പോൾ എല്ലാവരും പല വഴിക്ക് പോയി. ഇപ്പം അതില്ല, അത് മിസ് ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് മൊമെന്റ് എല്ലാവരും കൂടെ ഇരുന്ന് അത്ത ഇടുന്നത്, ഊഞ്ഞാലാടുന്നത്, അതായിരുന്നു നമ്മുടെ അവസാന പൂജാ പരിപാടികൾ ചെയ്യാൻ മംഗളം പാടി പുക വന്നു. അപ്പോൾ ആ ഒരു സ്മോക്ക് വരുമ്പം കാഷ്യൂ ഒരു സൈഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ആദ്യം ക്യാഷ് ഇട്ട് ഒരിക്കലും കാരണം ആ മുന്തിരിങ്ങ വേഗത്തിലാവും. അപ്പൊ കാഷ്യൂ ഒന്ന് ചുമക്കണം, ആ നിറം എത്തുമ്പോഴാണ് കാണാൻ. പായസത്തിൽ ഈ കാഷ്യൂവിന്റെ ഒരു ഈ വൈറ്റ് കളറുള്ള കാഷ്യൂ റോസ്റ്റ് ആയിട്ട് ഒരു റെഡ് കളർ കിട്ടണം. അത് ബ്ലാക്ക് ആവാനും പാടില്ല. അപ്പൊ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ഒരു കയ്പ് രസം വരും. അപ്പൊ ആ ചുമന്ന അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഒരു ചുമന്ന നിറത്തിലെത്തുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. അത് റോസ്റ്റ് ഫ്ലേവർ ഉണ്ട്, നിറം മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ സ്ലോ ആവും. അത് കഴിഞ്ഞിട്ട് ഈ ഉണക്കമുന്തിരിങ്ങ വേഗത്തിൽ പൊള്ളിങ് വരും. അപ്പോൾ അത് ഈ ഒരു സൈഡിലേക്ക് ഇത് റോസ്റ്റായി. അപ്പോൾ ഇത് റോസ്റ്റ് ഫ്ലേവറാക്കാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെ എടുക്കുന്നു. അപ്പോൾ ഇത് ബട്ടർ അങ്ങോട്ട്, ആ നെയ്യ് അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ സ്ലോ റോസ്റ്റ് ആവുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇതിലേക്ക് ഈ ഒരു സൈഡിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നത് ഇപ്പോൾ ബലൂൺ പോലെ പൊങ്ങി വരും. നോക്കാം. അപ്പോൾ എന്നിട്ട് രണ്ടിനെയും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ രണ്ട് രീതിയിൽ ഒരേ പാനിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ, അതായത് കറക്റ്റ് അതിൻ്റെ ഈ കളർ എത്തി. അപ്പോൾ ഈ നിറമാണ്, ഇതിൻ്റെ ഈ പിങ്കിഷ് കളറാണ് ഈ റോസ്റ്റ് കളർ. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നു. യെസ്, കഴിഞ്ഞു. ഇനി ഇത് നേരെ ഇതിലോട്ട് ആഡ് ചെയ്തു. യെസ്. ഇനി ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ
3 പ്രോസസ്സാണ്. നമ്മൾ വിചാരിക്കും ഒരുപാട് പണിയുണ്ടെന്ന്, പക്ഷെ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഇത് എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ നിറമൊക്കെ മാറി വരും. ഇനി ആക്ച്വലി നമ്മളിതൊരു ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കോൾഡ് പായസമായിട്ടൊക്കെ കൊടുത്താൽ ഒരു രസമായിട്ട് വരും. നമുക്ക് ഇപ്പോൾ നേരത്തെ ആ പിങ്ക് ആയിരുന്നു, വീണ്ടും അതിൻ്റെ ഒറിജിനൽ ബ്ലൂ കളറിലേക്ക് എത്തും. എന്നിട്ട് ആ പാലിനകത്ത് യോജിക്കും. യെസ്. അപ്പോൾ എൻ്റെ സ്കിന്നുണ്ട് ഇതിനകത്ത്. ആ സ്കിന്നാണ് ഈ ബ്ലൂബെറിയുടെ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആ സ്കിന്നിൻ്റെ ഒരു ബൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ, അതിൻ്റെ നിറം കംപ്ലീറ്റ് മാറി. കണ്ടോ, അതതിനെ നമ്മൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ബ്ലൂബെറിയുടെ ഒറിജിനൽ കളർ എത്തി. എന്നാൽ ആ പിങ്കിഷും ഉണ്ട്, പാലും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതിനകത്ത് എല്ലാ ഫ്ലേവറും അടങ്ങി. നെയ്യ്, ബട്ടർ, അതുപോലെ അതെ, ഇതിനകത്ത് കുറച്ച് ശർക്കരയുണ്ട്, അപ്പോൾ ഷുഗർ ഉണ്ട്, കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്. യെസ്, സി ഇത് വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു പുഡിംഗ് ആയിട്ട് മാറ്റാം. കുറച്ചുകൂടെ തിക്കാക്കി കഴിഞ്ഞാൽ ഇത് ഒരു ബ്ലൂബെറി മിൽക്ക് ഷേപ്പിൻ്റെ ഒരു അത് നമുക്ക് ഫ്രീസ് ചെയ്തിട്ടൊരു ഐസ്ക്രീം മോഡലിൽ കഴിക്കാം, സോർബേ മോഡൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് പല തരത്തിലുണ്ട്. ഇതിപ്പോൾ ഓണമായതുകൊണ്ട് ഞാനൊരു പായസം വേഷൻ, നിങ്ങളൊരു വെറൈറ്റി നായികമാരായിട്ട് വന്നതായതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സാധനം ചൂസ് ചെയ്തതാണ് കുറേ. അപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ നോർമലി ഒരു പാലട പായസം കുടിക്കേണ്ടത് തന്നെ തരണ്ടായിരുന്നു. പകരം നിങ്ങളായതുകൊണ്ട് സ്പെഷ്യലി ഞാൻ ഈ ബ്ലൂബെറി ഇല്ലാത്ത ബ്ലൂബെറി കൊണ്ടുവരുത്തിച്ചാണ്. അപ്പോൾ ഈ നമ്മുടെ ഓണത്തിൻ്റെ സമയമാണ്. അപ്പോൾ പ്രേക്ഷകരൊക്കെ ഉണ്ണാനൊക്കെ ഇരിക്കുമ്പം കുറച്ച് പാട്ട് കേട്ടു, കുറച്ച് പാചകം കണ്ടു, നമ്മുടെ വനജയുടെ തമാശ കേട്ടു. അപ്പോൾ ഇനി അവസാനമായിട്ട് നിങ്ങളുടെ ഒരു ഡാൻസും കൂടെ ആകുമ്പം ഭംഗിയാവും. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഏത് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും. छम छम चमक छम 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 चमक छम 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 चमक छम 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 नी പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ദിൽ കരുതാ മഹിയാ ജാ ദിൽ കരുതാ नहीं लगता फूल तेरे बिन दिल नहीं लगता हाय छम छम चमक छम छम नीनो कादे नूकुन्न नीरम ई पूवाग पूकुन्न गंधम ഇതാണോ ഗംഭീരം കേട്ടോ. നിങ്ങളുടെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതുകൂടാണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ആ എക്സ്പ്രഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു ഗുഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നല്ലൊരു ബോണ്ടിങ് ഉള്ളവർക്ക് ആ ഒരു പെട്ടെന്ന് ഒരു പറഞ്ഞപ്പോൾ ഒരു ഡാൻസ് ചെയ്യുമ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്നേഹം, നിങ്ങളുടെ തമ്മിലുള്ള ഈ ഒരു ബന്ധം ലൈഫ് ലോങ് അതുകൊണ്ട് ഇനി ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല, പായസം ടേസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഓക്കെ, സോ ആദ്യം ഈ ചെറിയ ഉരുളിയിലോട്ട് അത് മാറ്റി. ഓഹോ, അത് നിങ്ങൾ ഇത്രയും നല്ല 2 ഗസ്റ്റ് വരുമ്പം നമ്മുടെ ഈ ഒരു പുതിയ സീരിയലൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രത്യേകം പറഞ്ഞാണ് ഫ്ലവേഴ്സിൻ്റെ തന്നെ ഒരു ടീമാണ്. അപ്പോൾ നല്ല രീതിയിൽ തരുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമല്ലേ. അത് ഓണമാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ ഒരു റെസിപ്പി ഒരിക്കൽ കൂടെ പറയുകയാണ്. ബ്ലൂബെറി പായസമാണ്. അപ്പോൾ ബ്ലൂബെറി വാങ്ങിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാല് ആദ്യം ഒഴിക്കുക. പാലൊഴിച്ചൊന്ന് നല്ലപോലെ പാട കെട്ടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് കുറുകി വരുമ്പോൾ കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ വേറൊരു പാനിൽ ലേശം ബട്ടറും നെയ്യൂടെ ചേർത്ത് ബ്ലൂബെറി സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ മെൽറ്റായിട്ട് എൻ്റെ ഒരു പിങ്ക് നിറത്തിലെത്തും. അപ്പോൾ പാല് നന്നായിട്ട് കുറുകിയതിന് ശേഷം വേറൊരു പാനിൽ ഒരല്പം ബട്ടറിൽ ബ്രൗൺ ഷുഗർ, ഇനി ബ്രൗൺ ഷുഗർ കിട്ടിയില്ല സാധാരണ പഞ്ചസാര ആയാലും മതി. അപ്പോൾ ആ പഞ്ചസാര ഒന്നായിട്ട് മെൽറ്റായതിനു ശേഷം പാവ് കാച്ചിയ ശർക്കര, അപ്പോൾ 3 മധുരമാണ് ഇതിന് വരിക. അപ്പോൾ പാവ് കാച്ചിയ ശർക്കര, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാവ് കാച്ചിയതും ഈ മെൽറ്റായിട്ടുള്ള ബ്രൗൺ ഷുഗറോടെ ചേർന്ന് ഈ പാലിലേക്ക് ചേർക്കുക. അതിനുശേഷം നെയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ലേശം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഈ മിക്സ് ചെയ്ത പാല് തണുത്തതിന് ശേഷം നമ്മുടെ പേസ്റ്റ് ചെയ്ത ബ്ലൂബെറി ആഡ് ചെയ്യുക. അമേസിങ് ആയിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു കോൾഡായിട്ട് നിങ്ങൾക്ക് കഴിക്കാം, ഇളം ചൂടോടെ കഴിക്കാം, ഇനി അത് വേണമെങ്കിൽ ഒരു പുഡിംഗ് ആയിട്ടും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം.
അപ്പൊ ടെസ്റ്റ് ചെയ്യില്ലേ? Taste ചെയ്യാം. യെസ്. ഫൈനലി ദ ഓക്കെ. സോ നമ്മുടെ ബ്ലൂബെറി പായസം അല്ലേ? Yes, yes. ആദ്യമായിട്ട് കഴിക്കുകയാണെന്ന് എന്തായാലും അറിയാം. വേറെ ആരും ഉണ്ടാക്കി ഇല്ല ഇല്ല അതിന്റെ എക്സൈറ്റ്മെന്റ്. ഓ നൈസ്. സൂപ്പർ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കണം. റെസിപ്പി 2-3 തവണ പറഞ്ഞു. നിങ്ങൾ ഇതിന്റെ മൊത്തം മെത്തേഡ് കണ്ടാണ് നിങ്ങളുടെ കൺമുമ്പിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. സോ മിൽക്കി മിസ്റ്റിന്റെ ഈ പ്രൊഡക്റ്റും ഫ്രഷ് ബ്ലൂബെറിയും കൂടെ ആഡ് ചെയ്ത് ഷുഗറും ശർക്കരയും കൂടെ ചേർത്തൊരു പായസം. നട്ട്സും കൂടെ ചേർത്ത് കഴിച്ചു നോക്കി. ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഒരുപാട് ഐശ്വര്യം നിറഞ്ഞൊരു പുതുവർഷം ഈ ഒരു ഓണം കഴിഞ്ഞിട്ട് ആഗ്രഹങ്ങൾ പോലെ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് നമ്മളും നമ്മുടെ പ്രേക്ഷകരും ആശംസിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന സിത്താര, ആ ഒരു എക്സ്പെക്റ്റേഷൻ ഓൾറെഡി സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ സിത്താരയും ഗംഭീരമായിട്ട് വരട്ടെ. അത് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ബാക്കി എല്ലാം പറഞ്ഞ പോലെ കാണാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് LG കൂട്ടുകയത്തിൻ്റെ ഒരു ഗിഫ്റ്റ് കൂടെ തരാണ്ട് എങ്ങനെയാണ് വിടുക? ഇല്ലേ? സോ താങ്ക് യു. അപ്പോൾ LG കൂട്ടുകയത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മുടെ വക. ഇത് ഒന്ന് ബ്ലൂ ആണ്, ഒന്ന് ബ്യൂട്ടിഫുൾ റെഡ് ആണ്. ഏത് കളർ വേണം? എന്നാലും അല്ല, അത് പറഞ്ഞു പറ്റും. എന്താണല്ലോ ഒരു കളർ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്തു. പറ. ബ്ലൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എടുത്തോളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ഈ ഒരു ഓണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവർക്ക് നല്ലൊരു ഓണാശംസകൾ പറയാം. ഈ പായസം എങ്ങനെ ഉണ്ടായിരുന്നു അതുകൂടെ പറയാം. പായസം അയ്യോ നമുക്കൊന്നും പറയില്ല. ഞാൻ എൻ്റെ പ്രത്യേക ഒരു റിക്വസ്റ്റ് ആണ്, ഇത് പറ്റിയാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലും കൂടിയിട്ടൊന്ന് വെച്ചാൽ അതാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാം. അതെ അതെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ സിത്താര അതേ വരാൻ പോവാണ്. ആൻഡ് ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സീരിയലാണ്. ഒരു നോർമൽ ഇപ്പം റണ്ണിങ് ആയിട്ടുള്ള സീരിയൽസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, അതും എനിക്കൊന്ന് കുറേ നാൾക്ക് ശേഷമാണ് 2 ഹീറോയിൻസിനെ ഒക്കെ വെച്ചിട്ട് ഒരു സീരിയൽ ടെലികാസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് എക്സൈറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. സ്റ്റോറി ലൈക്ക് ഹീറോയിൻസിനെക്കാട്ടിൽ കൂടുതൽ സ്റ്റോറി ഈസ് ദ ഹീറോ. അപ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കണ്ട്. അത് മാത്രം പോരാ, അവർക്കൊരു ഓണാശംസ പറ. ടീമിന്റെ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച്.